നിങ്ങൾക്കറിയാമോ സിംഹങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്കയിൽ ഇപ്പോൾ ഉള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡം കഴിഞ്ഞാൽ ലോകത്ത് സിംഹങ്ങളുള്ളത് ഇന്ത്യയിൽ മാത്രമാണ്. അത് ഇന്ത്യയിലെ ഗിർ വനത്തിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പുരാതനമായിട്ടുള്ള ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ സിംഹങ്ങളെക്കുറിച്ചുള്ള അടയാളങ്ങൾ കാണാൻ പറ്റും. അതായത് മഹാനായ അലക്സാണ്ടറിൻ്റെ കിരീടം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ സിംഹത്തിൻ്റെ ഒരു രൂപമാണ് ആ കിരീടം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബൈബിളിലെ ഡാനിയലിനെ ആണെങ്കിൽ സിംഹക്കുഴിയിൽ ഇട്ടുന്ന ആ ഭാഗം നമുക്ക് അറിയാമല്ലോ. അതിൽ സിംഹക്കുഴിയിലേക്ക് പേർഷ്യൻ ചക്രവർത്തിയുടെ സമയത്തും അദ്ദേഹത്തെ സിംഹത്തിൻ്റെ കുഴിയിൽ ഇട്ടതായിട്ട് പറയുന്നത്. അതായത് 2 പ്രാവശ്യം അദ്ദേഹത്തെ സിംഹത്തിൻ്റെ കുഴിയിൽ ഇട്ടതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ സമയത്താണെങ്കിൽ ഇപ്പോൾ ഈ റോമൻ തിയേറ്ററിലാണെങ്കിൽ ഈ സിംഹങ്ങളെയും മനുഷ്യരെയും തമ്മിലാണെങ്കിൽ യുദ്ധം ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ അന്ന് സിംഹങ്ങൾ അവിടെ നിന്ന് വംശനാശം സംഭവിച്ചു. അതായത് ആ സിംഹത്തിൻ്റെ വംശമാണ് ഇന്ന് നമ്മുടെ ഗീർ വനത്തിൽ കാണുന്ന സിംഹങ്ങൾ. എന്നാൽ നമ്മൾ ഗുജറാത്തിലാണെങ്കിൽ വെറും ഗീർ വനത്തിൽ മാത്രം അതിനെ ഒതുക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത് ഗുജറാത്ത് ഗവൺമെൻറ്റും പിന്നെ ഈ മധ്യപ്രദേശ് ഗവൺമെൻറ്റും തമ്മിലാണെങ്കിൽ ഒരു കരാറുണ്ടായിരുന്നു. അതായത് ഗുജറാത്തിലെ ഗിറിൽ നിന്നും മധ്യപ്രദേശിലെ വനങ്ങളിലേക്ക് ഏഷ്യൻ സിംഹങ്ങളെ മാറ്റുന്ന പദ്ധതിയായിരുന്നു അത് ഇതിൻ്റെ ആവാസ വ്യവസ്ഥ മാറുന്നത് ഇതിൻ്റെ വംശനാശത്തിന് കാരണമാകുമോ എന്നുള്ള ഭയം കാരണം ഈ പദ്ധതി റദ്ദാക്കി. 2025 സെപ്റ്റംബറിൽ ആഫ്രിക്കയിൽ നിന്ന് ചീട്ടകളെ എത്തിച്ചതോടുകൂടി ഇന്ത്യ ഏകദേശം എല്ലാ വലിയ പൂച്ചകളുമുള്ള രാജ്യമായി മാറിയിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി ആദ്യമേ പ്രഖ്യാപിച്ചത് സിംഹത്തെയാണ്. പിന്നെ കടുവയുടെ എണ്ണം കൂടുതലും ഇന്ത്യയുടെ പലയിടങ്ങളിലും ഉണ്ടതായിട്ട് കാണപ്പെട്ടതുകൊണ്ട് അതിനെ കടുവയാക്കി മാറ്റുകയായിരുന്നു. സോ ഇതുപോലുള്ള ഇൻഫോർമേഷനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.